കരുതലാകാം ചർമ്മ സംരക്ഷണത്തിലും. അതിനായി തിരഞ്ഞെടുക്കാം 15 വർഷത്തെ സേവന പാരമ്പര്യമുള്ള സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ. നിങ്ങൾക്കായി നൽകുന്നു ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ട്രീറ്റ്മെന്റ്സ്. ആധുനിക ലേസറുകളായ ഡയോഡ് ലേസർ, കാർബൺ ലേസർ, ഫ്രാക്ഷണൽ ലേസർ, പിഗ്മെന്റേഷൻ ലേസർ, പിക്കോ ലേസർ, ഹെയർ ട്രീറ്റ്മെന്റുകൾക്കായി GFC ട്രീറ്റ്മെന്റ്, PRP ട്രീറ്റ്മെന്റ്, കഷണ്ടിക്കും മുടികൊഴിച്ചിലിനും ശാശ്വത പരിഹാരം, ഏറ്റവും മികച്ച ഹെയർ ട്രാൻസ്പ്ലാന്റേഷനും, ദന്ത സംരക്ഷണത്തിന് പ്രത്യേക ഡെന്റൽ ഡിപ്പാർട്ട്മെന്റ്. ഇതോടൊപ്പം ത്രെഡ് ലിഫ്റ്റ്, ഹൈഫു ട്രീറ്റ്മെന്റ്, ബോട്ടോക്സ്, ഫില്ലേഴ്സ് തുടങ്ങിയവയും എല്ലാവിധ സ്കിൻ കെയർ മെഡിസിനുകളുമായി ഫാർമസി സൗകര്യവും അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബ് ഫെസിലിറ്റി, പാർക്കിംഗ് സൗകര്യവും ലഭ്യമാക്കി സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ. കോൺടാക്ട് നമ്പർ 9947549050 7306384768. മാധ്യമപ്രവർത്തകരുടെ സ്വാതന്ത്ര്യം സംരക്ഷിക്കപ്പെടണം. MK രാഘവൻ MP. മാധ്യമപ്രവർത്തകരുടെ സ്വാതന്ത്ര്യം സംരക്ഷിക്കപ്പെടണമെന്ന് കോഴിക്കോട് ലോക്സഭാ മണ്ഡലം MP MK രാഘവൻ പറഞ്ഞു. തിരൂരിൽ നടന്ന കേരള ജേർണലിസ്റ്റ് യൂണിയൻ മലപ്പുറം ജില്ലാ സമ്മേളനത്തിൽ അംഗങ്ങൾക്കുള്ള ഇൻഷുറൻസ് പദ്ധതി നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മാധ്യമ താളുകളിൽ എത്തിക്കുന്നത് നിങ്ങളാണ്. അതിൻ്റെ ഒരു പരിഗണനയാണ് ഞാൻ സൂചിപ്പിച്ചത്. പ്രത്യേകിച്ച് ഇന്നത്തെ മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് ഈ പൊതുവിൽ ഈ മാധ്യമപ്രവർത്തനം എന്ന് പറഞ്ഞാൽ ആ വായനക്കാരന് സത്യസന്ധമായി അറിയാനുള്ള വാർത്തകളാണ് നമുക്ക് ആവശ്യം. പലപ്പോഴും ഈ മാധ്യമ പ്രവർത്തനത്തിൽ അപജയങ്ങൾ സംഭവിക്കുന്നുണ്ടോ എന്ന് സംശയിക്കുന്ന ആളാണ്. പല വാർത്തകളും മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട് വരാതിരിക്കുന്ന അവസ്ഥയും നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടായിട്ടുണ്ട്. ചില മാനേജ്മെൻറ്റ് ഇന്ന വാർത്ത കൊടുക്കേണ്ടതിൽ അവർക്ക് ഡെസ്റ്റിലേക്ക് കൊടുക്കാൻ കഴിയില്ല. ഇപ്പോൾ മാധ്യമപ്രവർത്തനം സ്വതന്ത്രമായ നിർഭയമായ ഒന്നാണ്. അതാണ് സുരേഷ് രാമകൃഷ്ണപിള്ള. നേരത്തെ നടന്ന പൊതുസമ്മേളനം തിരൂർ നഗരസഭാ ചെയർപേഴ്സൺ MP നസീമ ഉദ്ഘാടനം ചെയ്തു. നിരപരാധികൾ ശിക്ഷിക്കപ്പെടുകയും അപരാധികൾ രക്ഷപ്പെട്ടു പോവുകയും ചെയ്യുന്ന സാഹചര്യം എഴുത്തിലൂടെ, ഒരിക്കലും ഒരു പത്രപ്രവർത്തകന്റെയും എഴുത്തിലൂടെ ഒരു കുറ്റവാളി പോലും രക്ഷപ്പെടരുത് എന്ന രീതിയിലായിരിക്കണം നിങ്ങളുടെ പ്രവർത്തനം എന്നാണ് സാന്ദർഭികമായിട്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. പലപ്പോഴും പല സാഹചര്യങ്ങളിലും വലിയ വലിയ നേതാക്കൾ അല്ലെങ്കിൽ രാഷ്ട്രീയമായി സ്വാധീനമുള്ളവർ, ഞാനടക്കമിട്ട്, ഞാനും രാഷ്ട്രീയക്കാരിയാണ്, അതുകൊണ്ട് പറയുകയാണ്, നമുക്കൊക്കെ സ്വാധീനമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ പോരായ്മകളും തെറ്റുകളും ഒക്കെ മറച്ചു വയ്ക്കാൻ നമുക്ക് കൂട്ടുനിൽക്കുന്ന കുറച്ച് ആളുകൾ, എപ്പോഴും എന്നെ പറ്റി നല്ലത് മാത്രമേ വരാവൂ എന്ന് ചിന്തിക്കുന്ന സമൂഹത്തിനിടയിൽ ഒരിക്കലും നിങ്ങളുടെ വ്യക്തിത്വം, നിങ്ങളെടുക്കുന്ന ജോലികളുടെ മാന്യത, അതിൻ്റെ കൂറ് ഒരിക്കലും വിട്ടുപോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കരുത്. പത്രപ്രവർത്തകർ, ജേർണലിസ്റ്റ് എന്ന് പറയുന്നത് എല്ലാവരും ബഹുമാനിക്കുന്ന ആളാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ എന്ന് അതിരാവിലെ എണീറ്റ് വരുമ്പോൾ പത്രങ്ങളിലൂടെ കേൾക്കേണ്ടത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന നല്ല വാർത്തകളും നമ്മുടെ നാട് അനുഭവിക്കുന്ന പ്രയാസങ്ങൾ എന്താണ് എന്നുള്ളത് സത്യസന്ധമായി കേൾക്കാൻ ആഗ്രഹിക്കുന്നവരാണ് പൊതുജനങ്ങൾ. അത് മറ്റുള്ളവന്റെ രാഷ്ട്രീയത്തിന്റെയോ അവന്റെ കൊടിയുടെയോ അവന്റെ സ്വഭാവത്തിന്റെയോ അവന്റെ സമ്പത്തിന്റെയോ ഭാഗത്തിലൂടെ ആ ഒരു ചിന്തയെ മാറ്റിമറിക്കാൻ അല്ലെങ്കിൽ പൊതുജനത്തിനെ വിഡ്ഢിയാക്കുന്ന രീതിയിലേക്ക് പത്രപ്രവർത്തനം മാറരുത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു സൈനുദ്ദീൻ മുഖ്യപ്രഭാഷണം നടത്തി. പുതിയ അംഗങ്ങൾക്കുള്ള ID കാർഡ് വിതരണം സംസ്ഥാന പ്രസിഡന്റ് അനിൽ ബിശ്വാസ് വിതരണം ചെയ്തു. മാധ്യമപ്രവർത്തക മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം ജില്ലയിലെ മുതിർന്ന മാധ്യമപ്രവർത്തകരായ തറോൽ കൃഷ്ണകുമാർ, KP അപ്പുകുട്ടൻ എന്നിവർക്ക് MK രാഘവൻ MP നൽകി. പൊതുസമ്മേളനത്തിന്റെ ഭാഗമായി വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവർക്ക് അവാർഡ് വിതരണം ചെയ്തു. സംസ്ഥാന കായികമേളയിൽ മികച്ച പ്രകടനം നടത്തിയ നവാമുകുന്ദ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളെ ചടങ്ങിന്റെ ഭാഗമായി ആദരിച്ചു. DCC വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് A പത്മകുമാർ, KJU സംസ്ഥാന പ്രസിഡന്റ് അനിൽ ബിശ്വാസ്, സംസ്ഥാന സെക്രട്ടറി KC സ്മിജൻ, IJU ദേശീയ എക്സിക്യൂട്ടീവ് അംഗം ബാബു തോമസ്, സംസ്ഥാന നേതാക്കളായ ബോബൻ B കിഴക്കേത്തറ, ജോസ് താടിക്കാരൻ, PB തമ്പി, EP രാജീവ്, കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ബൈജു വയലിൽ തുടങ്ങിയവർ സംബന്ധിച്ചു. ജില്ലാ പ്രസിഡന്റ് സുചിത്രൻ അറോറ അധ്യക്ഷത വഹിച്ചു. സമ്മേളനത്തോട് അനുബന്ധിച്ച് നടന്ന പ്രതിനിധി സമ്മേളനം IJU ദേശീയ എക്സിക്യൂട്ടീവ് അംഗം ബാബു തോമസ് ഉദ്ഘാടനം ചെയ്തു. പുതിയ ഭാരവാഹികളായി സുചിത്രൻ അറോറ, കാർത്തിക് കൃഷ്ണ, റാഫി CS, അബ്ദുൾ ജബ്ബാർ, തറോൽ കൃഷ്ണകുമാർ, കുഞ്ഞി മുഹമ്മദ് കാളിക്കാവ്, നൌഷാദ് പരപ്പനങ്ങാടി, ഫാറൂഖ് വെളിയങ്കോടൻ, അത്തീഫ് മാസ്റ്റർ. ജില്ലാ കമ്മിറ്റി മെമ്പർമാരായി അർഷാദ് അൻവർ, ഹരിദാസ് എന്നിവരെ തെരഞ്ഞെടുത്തു. N4 ന്യൂസ്, തിരൂർ. കിഴക്കൻ ഏറനാടിന്റെ മലയോര മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല. ആധുനിക സാങ്കേതിക വിദ്യകളോടെ പ്രവർത്തനം ആരംഭിച്ച ടെക്ടോണ ഐ ഹോസ്പിറ്റൽ 1000-ൽ പരം തിമിര ശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ്.
അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു. തിമിര ശസ്ത്രക്രിയ, വെട്രിയോ റെറ്റിന, കോർണിയ, പീഡിയാട്രിക് ഒപ്തൽമോളജി, ഗ്ലൂക്കോമ, ജനറൽ ഒപ്തൽമോളജി, ഓപ്പറേഷൻ തിയേറ്റർ, ലാബ്, ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധയിനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഒപ്റ്റിക്കൽ വിഭാഗം. വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും. ദിവസവും രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 7 മണി വരെ. ടെക്ടോണ ഐ ഹോസ്പിറ്റൽ, ഊട്ടി റോഡ്, നിലമ്പൂർ, ചന്തക്കുന്ന്. ഫോൺ 9605221501, 0493 122 1501.